പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒക്ടറ്റ്യൂൾ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് 2 ക്വസ്റ്റ്യനുകളിൽ നിന്നാണ് നമ്മൾ ഒക്ടറ്റ്യൂൾ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. എന്തിനാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ആവുന്നത്, എങ്ങനെയാണ് ആ കോമ്പിനേഷൻ നടക്കുന്നത്? വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ആ 2 ക്വസ്റ്റ്യനും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ ഉത്തരങ്ങളിൽ പെട്ടതായിരുന്നു ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ. നമുക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കോസൽ ആൻഡ് ലോയ്സ് 1916 എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ തിയറി ഒക്ടറ്റ്യൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രകാരം ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ 8 ഇലക്ട്രോണുകൾ കിട്ടുന്നത്? 8 ഇലക്ട്രോണുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റങ്ങൾ സ്റ്റേബിൾ ആകുന്നു. സോ സ്റ്റെബിലിറ്റി എന്നുള്ള വലിയൊരു പ്രിവിലേജ്, ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ ലോസ് ചെയ്തിട്ടോ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്തിട്ടോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടോ കോർഡിനേഷനിൽ ഏർപ്പെട്ടിട്ടോ കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെടുന്നു. സോ ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ്സ് എൻ്റർ ഇൻ ടു ദി കെമിക്കൽ കോമ്പിനേഷൻ in order to attain 8 electrons in their valence shell അല്ലേ. അപ്പോൾ ഇതാണ് ഒക്ടറ്റ്യൂൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒക്ടറ്റ്യൂൾ പ്രകാരം ഏതൊരു മോളിക്യൂളിലെയും ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആയിരിക്കണം. ഒക്ടറ്റ് ഇല്ലാത്തവർക്കൊന്നും ഒക്ടറ്റ് ഇല്ലാത്തവർക്കൊന്നും എന്തുണ്ടാവാൻ പാടില്ല? സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ പാടില്ല ആണല്ലോ. ഈ പറയപ്പെട്ട ഒക്ടറ്റ്യൂളിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ്യൂൾ. അപ്പൊ ഞാൻ ഈ ലിമിറ്റേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒക്ടറ്റ്യൂൾ എന്താണെന്ന് അറിയാത്ത ഒരാളോട് ലിമിറ്റേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒക്ടറ്റ്യൂൾ എന്താണ്? ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ്സ് എൻ്റർ ഇൻടു ദി കെമിക്കൽ കോമ്പിനേഷൻ ഇൻ ഓർഡർ ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഓക്കെ, അതുവഴി അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടും എന്നാണ് ഒക്ടറ്റ്യൂൾ പറയുന്നത്. അപ്പൊ ഏതൊരു മോളിക്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാലും ആ മോളിക്യൂളിലെ ആറ്റങ്ങൾ കോമ്പിനേഷന് മുമ്പുള്ള കോൺഫിഗറേഷൻ ആയിരിക്കില്ല കോമ്പിനേഷന് ശേഷമുള്ള കോൺഫിഗറേഷൻ. കോമ്പിനേഷന് മുമ്പ് അവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കില്ല. കോമ്പിനേഷന് ശേഷം അതിന്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവണം അക്കോർഡിംഗ് ടു ദിസ് റൂൾ അല്ലെ. പക്ഷേ ഒരുപാട് കോമ്പൗണ്ടുകൾ ഞാൻ കുറച്ച് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ പറയാൻ പോവാണ്. ആ കോമ്പൗണ്ടുകൾ ഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലെ എല്ലാ ആറ്റങ്ങൾക്കും ഒക്ടറ്റ് കിട്ടുന്നില്ല, പക്ഷെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. ഒക്ടറ്റ് ലഭിക്കുന്നില്ല, പക്ഷെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ലിമിറ്റേഷൻസിൽ പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഒക്ടറ്റ്യൂൾ fail to explain the formation of certain compound. fail to explain the formation of certain compounds. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾക്ക് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഹൈഡ്രജൻ മോളിക്യൂൾ H2. ഇതൊരു മോളിക്യൂളാണ്. ഇതിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെട്ടു ത്രൂ കോവാലന്റ് ബോണ്ട് ഫോർമേഷൻ. അപ്പൊ കോമ്പിനേഷന് മുമ്പ് ഓരോ ഹൈഡ്രജന്റെയും വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. കോമ്പിനേഷൻ ശേഷം എന്താണ്? ആ ഓരോ ഹൈഡ്രജന്റെയും വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ല ആവുന്നത്, അത് 2 ഇലക്ട്രോണുകളാണ്. ഡുപ്ലറ്റ് കോൺഫിഗറേഷൻ കിട്ടുമ്പോഴാണ് ഹൈഡ്രജൻ സ്റ്റേബിൾ ആവുന്നത്. ഇനി H2 മാത്രമല്ല, ഹൈഡ്രജന്റെ ഏതൊക്കെ കോമ്പൗണ്ടുകൾ ഉണ്ട്? ഹൈഡ്രജന്റെ എല്ലാ കോമ്പൗണ്ടുകളും HCl, H2O, NH3 ഇങ്ങനെ ഹൈഡ്രജൻ ഉൾക്കൊള്ളുന്ന ഏതൊക്കെ കോമ്പൗണ്ടുകളുണ്ടോ അതിലെല്ലാം ഹൈഡ്രജൻ സ്റ്റേബിൾ ആവുന്നത് അതിന്റെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ലഭിക്കുമ്പോഴല്ല,
8 ഇലക്ട്രോൺ ലഭിക്കുമ്പോഴല്ല, 2 ഇലക്ട്രോൺ ലഭിക്കുമ്പോഴാണ്. അപ്പൊ ഇത് ഒക്ടറ്റ് റൂളിന്റെ പുറത്താണ്. ഒക്ടറ്റ് റൂൾ പ്രകാരം ഈ കോമ്പൗണ്ട് എങ്ങനെ ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. 8 ഇലക്ട്രോൺ ലഭിക്കാതെ തന്നെ ഈ പറയപ്പെട്ട കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ടുകളാണെങ്കിൽ സ്റ്റേബിളുമാണ്. സോ 8 ഇലക്ട്രോൺ കിട്ടാതെ തന്നെ, വാലൻസ് സെഷനിൽ 8 ഇലക്ട്രോൺ കിട്ടാതെ തന്നെ ഹൈഡ്രജന്റെ കോമ്പൗണ്ടുകളിൽ, ഹൈഡ്രജൻ ഉൾക്കൊള്ളുന്ന കോമ്പൗണ്ടുകൾ സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അപ്പൊ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഒക്ടറ്റ് അല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇനി വേറെയും കോമ്പൗണ്ടുകൾ പറയാം. ബെറിലിയം, അതേപോലെ ബോറോൺ, അലുമിനിയം. ബെറിലിയം 2ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. ബോറോൺ 13ാമത്തെ ഗ്രൂപ്പ്, അലുമിനിയവും 13ാമത്തെ ഗ്രൂപ്പ്. ഈ പറയപ്പെട്ട എലമെന്റുകളുടെ ചില കോമ്പൗണ്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ബെറിലിയം ക്ലോറൈഡ്, ബോറോൺ ട്രൈഫ്ലൂറൈഡ്, അലുമിനിയം ട്രൈക്ലോറൈഡ്, അലുമിനിയം ക്ലോറൈഡ്. ഈ പറയപ്പെട്ട ബെറിലിയം ക്ലോറൈഡ് നോക്കിക്കോ. ഇതിൽ ബെറിലിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് ഉള്ളത്. അത് 2 ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തു. ഓക്കെ, ക്ലോറിന്റെ ഒരു ഇലക്ട്രോണുമായിട്ട്, ക്ലോറിന്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ക്ലോറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ക്ലോറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷെ ബെറിലിയത്തിന്റെ വാലൻസ് ഷെല്ല് നോക്കുക, അതിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ, ഒക്ടറ്റ് ഇല്ല. എന്നിട്ട് പോലും കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. ഇനി BF3യിലേക്ക് പോവാ. ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അത് 3 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ BF3 ഫോം ചെയ്യുന്നു. ഈ കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞ ശേഷം നോക്കിയാൽ ഫ്ലൂറിന്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. ഓക്കെ, ഫ്ലൂറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്, പക്ഷെ ബോറോണിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. ബോറോണിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2, 4, 6. കോമ്പിനേഷന് മുമ്പ് 3 ആണ് ഉണ്ടായത്, കോമ്പിനേഷന് ശേഷം 6. ഇവിടെ കോമ്പിനേഷന് മുമ്പ് 2 ആണ് ഉണ്ടായത്, കോമ്പിനേഷന് ശേഷം 4 ഉള്ളൂ. പക്ഷെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. ഇതേപോലെ അലുമിനിയം ക്ലോറൈഡ്, അലുമിനിയം 13ാമത്തെ ഗ്രൂപ്പാണ്. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണുകളുണ്ട്. ഈ അലുമിനിയം 3 ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യുന്നു? കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. ഓക്കെ, കോമ്പിനേഷന് മുമ്പ് അലുമിനിയത്തിന്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണാണ് ഉള്ളത്. കോമ്പിനേഷന് ശേഷം നോക്കുമ്പോൾ 4 ഇലക്ട്രോൺ ആണ്, 8 ഇല്ല. പക്ഷെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആണ്. അതായത് ഒക്ടറ്റ് പൂർത്തിയാവാതെയും കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്നുണ്ട്. പക്ഷെ ഇവിടെയും മനസ്സിലായി നിന്ന് സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ഒക്ടറ്റ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കോമ്പൗണ്ട് സ്റ്റേബിൾ ആവാൻ പാടില്ലായിരുന്നു. ശരിയാണോ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാതെ കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്ന ഇതിന് പറഞ്ഞ പേരാണ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഇനി വേറെ കോമ്പൗണ്ട്സ് വയ്ക്കും. 3. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജന് താഴെ വരുന്ന ഫോസ്ഫറസ്, 16ാമത്തെ ഗ്രൂപ്പില് ഓക്സിജന് താഴെ വരുന്ന സൾഫർ, അതേപോലെ തന്നെ 17ാമത്തെ ഗ്രൂപ്പ് ഹാലജനിൽപ്പെട്ട അയഡിൻ. ഇവരുടെ ചില കോമ്പൗണ്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസിന്റെ കോമ്പൗണ്ട് PCl5, സൾഫറിന്റെ കോമ്പൗണ്ട് SF6, അയഡിന്റെ കോമ്പൗണ്ട് IF7. ഓക്കെ, ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ്, സൾഫർ ഹെക്സാക്ലോറൈഡ്, ഓക്കെ, അയഡിൻ ഹെക്ടാഫ്ലൂറൈഡ്. ഓക്കെ, ഈ പറയപ്പെട്ട കോമ്പൗണ്ടുകൾ നോക്കിക്കോ. ഫോസ്ഫറസ് 15ാമത്തെ ഗ്രൂപ്പ് ആണല്ലോ. 15ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള ഫോസ്ഫറസിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 5 ഇലക്ട്രോണുകൾ 5 ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഷെയറിംഗിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ക്ലോറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും. പക്ഷെ ഫോസ്ഫറസ് നോക്കിക്കോ, ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 8, 10. 8നേക്കാൾ കൂടുതലാണ് അവിടെ. 8 ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഈ 4 ചേർന്നാൽ 8, 1, 2, 3, 4. ഈ 4 ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് സ്റ്റോപ്പ് ആവേണ്ടതാണ്. PCl4 അത് സ്റ്റോപ്പ് ആവേണ്ടതാണ്. പക്ഷെ PCl5 ഫോം ചെയ്യുന്നുണ്ട്. അതായത് ഒക്ടറ്റിനേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ വരാം. ഓക്കെ, 8 ഇലക്ട്രോൺ കിട്ടിയിട്ട് അത് സ്റ്റോപ്പ് ആവുന്നില്ലല്ലോ അവിടെ. SF6 നോക്ക്, സൾഫറിന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. ആ 6 6 ഫ്ലൂറിൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നു. 1, 2, 3, 4, 5, 6. കോമ്പിനേഷന് മുമ്പ് സൾഫറിന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. ആ 6 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൂറിന്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും.
സൾഫറിന്റെ ചുറ്റും നോക്ക് 2, 4, 6, 8, 10, 12 ഇലക്ട്രോൺ. ഒക്ടറ്റിനേക്കാൾ 4 കൂടുതലാണ്. 8 ആകുമ്പോൾ സ്റ്റോപ്പ് ആയിട്ടില്ല. 12 അതായത് സൾഫറിന്റെ വാലൻസ് ഷെല്ലിൽ 12 ഇലക്ട്രോണുകൾ വരെ വരുന്നുണ്ട്. അപ്പൊ 8 ഇലക്ട്രോൺ വരുമ്പോൾ മാത്രമല്ല സ്റ്റേബിൾ ആവുന്നത്. IF7 നോക്ക്, അയഡിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 17ാമത്തെ ഗ്രൂപ്പാണ്. 7 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 7 ഇലക്ട്രോണുകൾ 7 ഫ്ലൂറിനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയഡിന്റെ വാലൻസ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒക്ടറ്റിനേക്കാൾ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുമ്പോഴും കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിന് പറഞ്ഞ പേരാണ് എക്സ്പാൻഡഡ് ഒക്ടറ്റ്. എന്താണ്? എക്സ്പാൻഡഡ് ഒക്ടറ്റ്. എക്സ്പാൻഡഡ് ഒക്ടറ്റ്. അപ്പൊ എന്തേ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു? ഓക്കെ, ഒക്ടറ്റ് റൂൾ പ്രകാരം ഇത് പറയാൻ പറ്റൂല. ഒക്ടറ്റ് റൂൾ പ്രകാരമാണെങ്കിൽ SF4 ആകുമ്പോൾ സ്റ്റോപ്പ് ആകണം. ഓക്കെ, നെക്സ്റ്റ് SF4 അല്ല, ഇത് സൾഫറിന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ടല്ലോ. അപ്പൊ SF2 ആകുമ്പോൾ സ്റ്റോപ്പ് ആകും. ഇത് PCl4 ആകുമ്പോൾ സ്റ്റോപ്പ് ആകും. ഓക്കെ, നാലാമത്തത് ഈ ലൂയിസും കോസലും ഒക്ടറ്റ് റൂൾ ആവിഷ്കരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവർ പീരിയോഡിക് ടേബിളിലുള്ള അവസാനത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് നോബൽ ഗ്യാസിന് ഒബ്സർവ് ചെയ്തു, അല്ലെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റോട്ടോൺ ഇവരെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇവർ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് കണ്ടു. കാരണം നോക്കുമ്പോൾ അതിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ, ഹീലിയം ഒഴികെയുള്ളതിന്റെ എല്ലാം വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റെബിലിറ്റി കിട്ടിയത് എന്ന് അവർ സമർത്ഥിച്ചു. പക്ഷെ ഒരു സംഗതി അറിയാവോ? ഈ പറയപ്പെട്ട നോബൽ ഗ്യാസുകൾ തന്നെ ചില കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. സിനോന്റെ കോമ്പൗണ്ടുകളാണ് സിനോൺ ഡൈഫ്ലൂറൈഡ്, സിനോൺ ടെട്രാഫ്ലൂറൈഡ്, സിനോൺ ഡയോക്സൈഡ്, സിനോൺ ട്രയോക്സൈഡ്. ഇതെല്ലാം സിനോൺ, ഇത് നോബൽ ഗ്യാസ് ആണ്. നോബൽ ഗ്യാസ് ഇതേപോലെ ക്രിപ്റ്റോണും കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒക്ടറ്റ് റൂൾ പ്രകാരമാണെങ്കിൽ ഒരിക്കലും സിനോണോ ക്രിപ്റ്റോണോ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പാടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സാധിക്കുന്നു? സോ സ്റ്റെബിലിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ഒക്ടറ്റിന് ഒരു പങ്കുമില്ല, ഒരു റോളും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കോമ്പൗണ്ടുകളുടെ ഫോർമേഷൻ. സോ ദിസ് octet rule failed to explain the formation of a certain compounds like this. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ഒരു കോമ്പൗണ്ടിന് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത് എന്ന് ഒക്ടറ്റ് റൂൾ പറഞ്ഞത് പ്രകാരം ശരിയല്ല. 8 ഇലക്ട്രോൺ കിട്ടുമ്പോഴല്ല ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്നത്. ചിലപ്പോൾ മേ ബി ഒരു ഫാക്ടറായി വരാം, ആയിരിക്കാം, പക്ഷെ എപ്പോഴും അത് അങ്ങനെയല്ല. സോ വാട്ട് ഈസ് ദി എക്സാക്ട് റീസൺ ഫോർ ദി സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ആവുന്നത് 8 ഇലക്ട്രോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. ഓക്കെ, ദാറ്റ് മീൻസ് രണ്ടാമത്തെ അതിന്റെ എന്താ പറയാ, പിന്നെ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, fail to explain the stability of the molecules. Explain the stability. Fail to explain the stability of molecules. Okay, ഇനി വേറൊരു പ്രധാനപ്പെട്ട ന്യൂനത, ഒക്ടറ്റ് റൂൾ പ്രകാരം ലൂയിസ് സ്ട്രക്ചർ വരച്ചിട്ട് ഞാൻ H2O ന്റെ ജോമെട്രി വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കാണിച്ചതാണ്. H2O അതിന്റെ ജോമെട്രി കാണിച്ചത് ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടാ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഇതാണ് ജോമെട്രി, ശരിയല്ലേ? H2O ന്റെ ജോമെട്രി ഇതാണ്. അതായത് ഓക്സിജൻ സെന്ററിൽ 2 ഹൈഡ്രജൻ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓക്സിജൻ സെന്ററിൽ 2 ഹൈഡ്രജൻ 2 ഭാഗത്തായിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് ഓക്സിജൻ 2 ഹൈഡ്രജൻ. അതായത് ഒരു ലൈനിലാണ് ഈ 3 ആറ്റങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, ശരിയല്ലേ? സോ വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് H2O മോളിക്യൂൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ലീനിയർ എന്ന് പറയും. പക്ഷെ ആക്ച്വലി H2Oയില് ആറ്റങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓക്സിജൻ ഇങ്ങനെ 2 ഹൈഡ്രജൻ ഈ രീതിയിലാണ്, രണ്ട് ബോണ്ടുകൾ ബെൻഡ് ആയിട്ടാണ്, സ്ട്രൈറ്റ് ആയിട്ടല്ല. ദാറ്റ് മീൻസ് ഒരു വി ഷേപ്പ് ആണ് ആർക്കുള്ളത്. ഇപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരു വി ഷേപ്പ് ആണ് ആർക്കുള്ളത്? H2O മോളിക്യൂളിനുള്ളത്. ഒക്ടറ്റ് റൂൾ പ്രകാരം നമുക്ക് ഇങ്ങനെ വരക്കാം, പക്ഷെ എക്സാക്ട് ഇതാണ് ജോമെട്രി. എങ്ങനെ ഈ ജോമെട്രി വന്നു? എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നില്ല? എന്തുകൊണ്ട് ആ ജോമെട്രി വന്നു? അതേസമയം ബെരിലിയം ക്ലോറൈഡ് ആണെങ്കിൽ, ബെരിലിയം ക്ലോറൈഡ് ഇതാണ് ബെരിലിയം ക്ലോറൈഡ്. അതിങ്ങനെ തന്നെയാണ്, നേരെയാണുള്ളത്. അതിങ്ങനെയാണ്, അതിന് ലീനിയർ ഷേപ്പ്, ഇതിന്റെ പേരാണ് ലീനിയർ ഷേപ്പ്, അതിന്റെ പേര് വി ഷേപ്പ് എന്നാണ്. ബെരിലിയം ക്ലോറൈഡിന് വി ഷേപ്പ് അല്ല, അത് ലീനിയർ ആണ്.
അപ്പൊ ഇതിലും 3 ആറ്റങ്ങളുണ്ട്, ഇതിലും 3 ആറ്റങ്ങളുണ്ട്. 3 ആറ്റങ്ങളുള്ള ഇതിന് ലീനിയർ ആണ്, 3 ആറ്റങ്ങളുള്ള ഇതിന് വി ഷേപ്പ് ആണ്. എന്തുകൊണ്ട്? ഇനി നോക്കോ, BF3 എങ്ങനെ അറേഞ്ച് ചെയ്തെന്ന് കണ്ട. എങ്ങനെ? ഒരു ട്രയാങ്കിളിന് 3 കോണറിലായിട്ടാണ് എന്തുള്ളത്? 3 ഫ്ലൂറിൻ ആറ്റങ്ങൾ ഉള്ളത്. ബോൺ അതിന്റെ സെന്ററിൽ. അതേപോലെ പിന്നെ എന്താ പറയാ, 4 ആറ്റങ്ങളുള്ള വേറൊരു മോളിക്യൂളാണ് NH3. NH3 ഇങ്ങനെയല്ല, നൈട്രജൻ ഇങ്ങനെ 3 ഹൈഡ്രജൻ എങ്ങനെയാ ഉണ്ടാവുക? ഒരു പിരമിഡ് പോലെയാണ്. ഒരു പിരമിഡ് പോലെയാണ്. അമോണിയയുടെ ഷേപ്പ് പിരമിഡലാണ്. നമുക്ക് പിന്നീട് പറയാം ജിയോമെട്രി. അതേസമയം ഇതിന്റെ പേരാണ് ട്രൈഗണൽ പ്ലാനാർ. അപ്പൊ BF3 ഷേപ്പ് ട്രൈഗണൽ പ്ലാനാർ ആണ്. അതേപോലുള്ള 4 ആറ്റങ്ങളുള്ള NH3 പിരമിഡിലാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ജിയോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ആറ്റങ്ങൾ ചുറ്റും അറേഞ്ച് ചെയ്തിട്ട് 8 ഇലക്ട്രോണുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒക്ടേറ്റ് റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെയാണ് ജിയോമെട്രി, വ്യത്യസ്തമായിട്ടുള്ള ജിയോമെട്രി വരുന്നത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ റൂളിന് പറ്റില്ല. സോ ദിസ് റൂൾ ഫെയിൽ ടു എക്സ്പ്ലെയിൻ the geometry of molecules. Okay, fail to explain geometry of molecules or shape of molecules. Geometry or shape of molecules. ഈ ജോമെട്രി അതേപോലെ അല്ലെങ്കിൽ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പുതിയൊരു തിയറി പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക്